Hi friends, welcome to iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെറ്റ് ഇംഗ്ലീഷിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു PYQ അനാലിസിസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ 2-3 PYQ സെഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പുതിയ കുറച്ച് ചോദ്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. 2024 ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് റീസെൻറ്റ് എക്സാമിൻ്റെ. ഓക്കെ, നോക്കാം. ഇപ്പോൾ ഒരു മാച്ചപ്പ് ചോദ്യമാണ് ക്രൊണോളജിക്കൽ ഓർഡറിൽ. മാച്ചപ്പിലുപരി ഇതൊരു ക്രൊണോളജിക്കൽ ഓർഡറിന്റെ ബേസിൽ വർക്കിനെ അറേഞ്ച് ചെയ്യേണ്ട ചോദ്യമാണ്. അറേഞ്ച് ദ ഫോളോവിങ് ഫിലോസഫേഴ്സ് തിയറിസ്റ്റ്. ഓക്കെ, ഇവർ ഫിലോസഫേഴ്സ് ആണ്, അതേപോലെ തന്നെ തിയറിസ്റ്റുകളാണ്. ഇൻ ദ കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ദിയർ ബർത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ദിയർ ബർത്തിന്റെ പേരിൽ, ഇവർ ജനിച്ച ആ ഒരു ഇയർ ഓഫ് ബർത്തിന്റെ പേരിൽ ഇവരെ കറക്റ്റ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യണം. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. BDAEC ഉണ്ട്, ABED ഉണ്ട്, DABCE ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ECABD ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻസറിൽ നമുക്ക് വരേണ്ടത് തിയറിസ്റ്റുകളെ അഥവാ ഫിലോസഫേഴ്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ബെഞ്ചമിൻ ആണ്. ശേഷം നമുക്ക് ബക്തിൻ, ബീവർ, ബാർട്സ്, ബോഡിലാർഡ്, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇയേഴ്സ് ഇനി നമ്മൾ കണ്ടെത്തണം. നോക്കാം ഇയർ ഓഫ് ബർത്ത്. അപ്പൊ ബീവറിന്റെ കേസിൽ ബീവർ 1908 ആണ്. ഓക്കെ, അടുത്തത് ബെഞ്ചമിൻ 1892. അടുത്തത് ബോഡിലാർഡ് 1929. അടുത്തത് ബക്തിൻ 1895. നെക്സ്റ്റ് വൺ ബാർട്സ് 1915. ഓക്കെ, പിന്നെ അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ആദ്യം വരേണ്ടത് 1892 അല്ലേ, ബി നമുക്ക് ആദ്യം വന്നല്ലോ, വോൾട്ടർ ബെഞ്ചമിൻ. അടുത്തത് 1895 വരണം അല്ലേ, എന്ന് പറഞ്ഞാൽ മിഖായിൽ ബക്തിൻ, ഡി വന്നു. അടുത്തതായിട്ട് നമുക്ക് എ വരണം അല്ലേ, എ വരണം എന്ന് പറയുമ്പോൾ 1908 ആരാ, സൈമൺ ഡി ബീവർ അല്ലേ, അപ്പോൾ നമുക്ക് എ വന്നു. അടുത്തത് നമുക്ക് ഇ വരണം, 1915 റൊളാൻഡ് ബാർട്സ് ആണ്. നമുക്ക് ഒരെണ്ണം കൂടെ ഉള്ളൂ, അതേതാണ്, ബോഡിലാർഡ് 1929. ഓക്കെ, അപ്പോൾ ഇയർ ഓഫ് ബർത്തിന്റെ പേരിൽ നമ്മൾ അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഒരു റൈറ്ററിനെ കുറിച്ച്, ഒരു തിയറിസ്റ്റിനെ കുറിച്ച്, ഫിലോസഫറിനെ കുറിച്ച് ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ഐഡിയ നോക്കും. വിക്കിപീഡിയയിൽ പോലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെറിയ ഐഡിയ അല്ലേ എന്ന് പറയുമ്പോൾ ഏതാണ് നേറ്റീവ് പ്ലേസ്, ഏതാണ് ഇയർ ഓഫ് ബർത്ത്, ഏതാണ് ഡെത്ത്, ഏതാണ്. അപ്പോൾ അത് പഠിച്ചതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ കണ്ടത് അല്ലേ. ഇയർ ഓഫ് ബർത്തിന്റെ പേരിൽ ഇത്രയും റൈറ്റേഴ്സിൻ്റെയൊക്കെ ഇയർ ഓഫ് ബർത്ത് നിങ്ങൾക്ക് ബൈഹേർട്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ കുറച്ചെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാർട്സിൻ്റെയും ഭക്തിൻ്റെയും ഒക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. ബീവറും ഒക്കെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ആ കൂട്ടത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് അറിയാവുന്ന എല്ലാം അറേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഉത്തരത്തിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, എല്ലാ റൈറ്റേഴ്സിൻ്റെയും ഇയർ ഓഫ് ബർത്തും ഡെത്തും ബൈഹേർട്ട് ചെയ്ത് വെക്കണം എന്നല്ല പറയുന്നത്. എന്നാൽ പോലും പ്രോമിനൻ്റ് ആയിട്ടുള്ളവരുടേത് ഒഴിവാക്കരുത്, അത് ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചു വെക്കണം. അതൊന്ന് മനസ്സിലാക്കി പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. അപ്പം ഇതിൻ്റെ എല്ലാം ഇയർ ഒന്ന് എഴുതിയെടുക്കുക. അടുത്തത് നമുക്ക് വരുന്നത് അലക്സാണ്ടർ പോപ്പിന്റെ ഫേമസ് കോട്ടാണ്. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് അപ്പിയേഴ്സ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് വർക്ക്. ഒത്തിരി പരീക്ഷയ്ക്ക്, കേറ്ററ്റിന്, സെറ്റിന്, നെറ്റിന്, HSക്ക് ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. കുറച്ചറിവെന്ന് പറയുന്നത് അപകടകരമാണ്. ഓക്കെ, നമ്മൾ പറയും ഒന്നും പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അറിയണ്ടായോന്ന്. എന്നാൽ ചുരുങ്ങിയ കുറച്ച് ഒരു കാര്യത്തിനെ കുറിച്ച് പകുതി മാത്രമുള്ള അറിവ് ബുദ്ധിമുട്ടാണ്. ഒരു വ്യക്തിയെ നമ്മൾ പകുതിയെ മനസ്സിലാക്കുന്നുള്ളൂ എങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുന്നത്? ആ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ ഏത് വർക്കിലാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ എസ്സേ ഓൺ ക്രിറ്റിസിസം, ഡൻസിയാർഡ് എസ്സേ ഓൺ മാൻ, റേപ്പ് ഓഫ് ദ ലോക്ക് ഉണ്ട്. ഇതിനകത്തിൽ ഏതിലാണ് നമ്മുടെ പോപ്പിന്റെ ഫേമസ് വർക്ക് ആയല്ല. ഓക്കെ, ഇപ്പോൾ പോപ്പ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതെന്ന് ചോദിച്ചാൽ എസ്സേ ഓൺ ക്രിറ്റിസിസത്തിലാണ് നമ്മുടെ പോപ്പ് പറയുന്നത്. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന ഐഡിയ നമ്മുടെ അലക്സാണ്ടർ പോപ്പ് പറയുന്നത് എസ്സേ ഓൺ ക്രിറ്റിസിസം എന്ന വർക്കിലാണ്. ഓക്കെ, നോട്ട് ചെയ്തോണേ. അടുത്ത നോക്കാം. Who among the following invented Inkscape and Instress? Okay, ഒരു റൈറ്റർക്ക്
ഒരു നല്ല റൈറ്റിംഗ് എഴുതണമെങ്കിൽ കുറേ മൂല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഒരു റീഡർക്കും അങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഒരു വർക്ക് വായിക്കുമ്പോൾ ഒരു റീഡറായിട്ട് നിൽക്കുമ്പോൾ ഉണ്ട് എന്നൊക്കെയാണ് ഇൻസ്കേപ്പ് ഇൻസ്ട്രസ് ഐഡിയാസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞത് ആരാണ്? ഓക്കെ, ഹു അമംഗ് ദ ഫോളോയിങ് ഇൻവെന്റഡ്? ഓരോരുത്തർക്കും അറിയാവുന്ന ഉത്തരമായിരിക്കും. GM ഹോപ്കിൻസ്. ഓക്കെ, ഐ റിച്ചാർഡ്സ്, WK വിംസാറ്റ്, വില്യം ഫോക്നർ, അതുപോലെ തന്നെ നമ്മുടെ GM ഹോപ്കിൻസ് ആണ് നമുക്കുള്ളത്. ഐ റിച്ചാർഡ്സ്, WK വിംസാറ്റ്, വില്യം ഫോക്നർ, അതുപോലെ തന്നെ GM ഹോപ്കിൻസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത് GM ഹോപ്കിൻസ് ആണ്. GM ഹോപ്കിൻസ് കൊണ്ടുവന്നാണ് കേർട്ടിൽ സോണറ്റും. കേട്ടോ, ഓർത്തോണേ. ഇപ്പം സോണറ്റുകൾ പല ടൈപ്പ് ഉണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു സോണറ്റിന്റെ പല ടൈപ്പ്? ഏതായിരുന്നു നമുക്ക്? നമുക്ക് ഇംഗ്ലീഷ് സോണറ്റ് ഉണ്ട്, അഥവാ നമ്മുടെ ഷേക്സ്പീരിയൻ സോണറ്റ് നമുക്കുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പേർഷ്യൻ നമ്മുടെ പെട്രാർക്കിയൻ സോണറ്റ് ഉണ്ട് അല്ലേ? പെട്രാർക്കിയൻ ആയിട്ടുള്ള സോണറ്റ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിന്റെ പേരാണ് ഷേക്സ്പീരിയൻ സോണറ്റ് എന്ന്. ഇനി ഇത് കൂടാതെ വരുന്ന ഒരു 9 ലൈൻ സോണറ്റ് ആണ് കേർട്ടിൽ സോണറ്റ് എന്ന് പറയുന്നത്, 9 വരികളുള്ളത്. ഓക്കെ, ഈ കേർട്ടിൽ സോണറ്റിന്റെ ആളാരാന്ന് ചോദിച്ചാൽ അതും നമ്മുടെ ഹോപ്കിൻസ് ആണ്. കേർട്ടിൽ സോണറ്റ് കൊണ്ടുവന്നതും ഹോപ്കിൻസ് ആണ്. ഓക്കെ, ഒരുപാട് ഈ സ്ട്രക്ചർ അതുപോലെ തന്നെ അതേപോലെയുള്ള അറേഞ്ച്മെന്റ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻസും കോൺട്രിബ്യൂഷൻസും നൽകിയിട്ടുള്ള ഒരാളാണ് GM ഹോപ്കിൻസ്. അടുത്ത 82. ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് പബ്ലിക്കേഷനിൽ അറേഞ്ച് ചെയ്യാനായിരുന്നു. ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. മിസ്റ്റേക്ക് ഉള്ളതിൻ്റെ പേരിലാണ് ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. ഒത്തിരി ചോദ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു സെഷനിൽ അല്ലേ? 4-5 ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിലീറ്റഡ് ആയിട്ട് കണ്ടായിരുന്നു. ഓക്കെ, അറേഞ്ച് ദ ഫ്ലോവിംഗ് വർക്ക്സ് ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദിയർ പബ്ലിക്കേഷൻ. ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കണേ, പിന്നെ നമ്മൾ ഉത്തരം നോക്കുന്നുള്ളൂ കേട്ടോ. അതും തന്നെ നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അഹമ്മദ് അലിയുടെ ട്വിലൈറ്റ് ഇൻ ഡൽഹി, ചാമൻ നഹാളിൻ്റെ അസാദി, അതുപോലെ തന്നെ മനോഹർ മൽഗോങ്കറിൻ്റെ ഡിസ്റ്റന്റ് ഡ്രീം, മുൾക്രാജ് ആനന്ദിൻ്റെ അൺടച്ചബിൾ, K.A. അബ്ബാസിന്റെ ടുമാറോ ഈസ് അവേഴ്സ് എ നോവൽ ഓഫ് ദ ഇന്ത്യ ഓഫ് ടുഡേ. ഓക്കെ, ഇത്രയും വർക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. റൈറ്റേഴ്സിന്റെ പേര് തന്നിട്ടുണ്ട്. നമ്മുടെ ജോലി ഇത്രയേ ഉള്ളൂ, ഇതിനെ ഇയർ ഓഫ് പബ്ലിക്കേഷന്റെ ബേസിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, കൂടുതലും കുട്ടികൾ പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു പോയിന്റിൽ അവർ പറയും റൈറ്ററിനെ തന്നിട്ട് വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടില്ല, പക്ഷെ റൈറ്ററിനെയും വർക്കിനെ തന്നിട്ട് ഇയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പെട്ടുപോകുമെന്ന്. ഓക്കെ, അവരവരുടെ ഒരു പോയിന്റ് പറയും. ഒരു പക്ഷേ അതൊരു പരിധി വരെ ശരിയാണ്, കാരണം എല്ലാത്തിൻ്റെ ഒന്നും ഇയർ ഓഫ് പബ്ലിക്കേഷൻ നമുക്ക് ബൈഹർട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. എന്നാലും അത് കൂടിയേ തീരൂ. ഇനിയുള്ള നെറ്റ് പരീക്ഷയൊക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ അതേ ഉള്ളൂ വഴി എന്നാണ് നമ്മളെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ പഠനം കൂടുതലായിട്ടും സ്പീഡപ്പ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നല്ല ഗൈഡ്സിൻ്റെ സപ്പോർട്ട് സ്വീകരിക്കുക, നല്ല ഒരു മെൻറ്റർഷിപ്പിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക, വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരാളിൻ്റെ സപ്പോർട്ട് എപ്പോഴും സ്വീകരിക്കുക. എല്ലാം ഒന്നും നമുക്ക് ബൈഹർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എല്ലാവരുടെയും അഭിപ്രായം പോലെ തന്നെ ഒരു കടൽ തന്നെയാണ്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ഫാക്റ്റാണ്. പക്ഷെ അതിൽ നിന്നും വേണ്ട കുറച്ച് ജംസ് ഉണ്ട്, അത് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാക്ടിക്സ്. അതിനു വേണ്ടി വേണം ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രമിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ കിട്ടിയേ? നമുക്കിനി ഇതിന്റെ ഇയർ ഒന്ന് അറേഞ്ച് ചെയ്താലോ? ഇപ്പൊ ഇയേഴ്സ് വേണം അല്ലേ? ട്വിലൈറ്റ് ഇൻ ഡൽഹി 1940, ആസാദി 2020, ഡിസ്റ്റന്റ് ഡ്രീം 2020. അപ്പം തന്നെ തെറ്റിയല്ലേ? എന്തായാലും 2 ഒരേ ഇയറിൽ വരുന്ന 2 ഇവർ വെക്കാൻ പാടില്ലായിരുന്നു. അൺടച്ചബിൾ വരുന്നത് 35. അടുത്തത് ടുമാറോ ഈസ് അവേഴ്സ് വരുന്നത് 1943. അപ്പോൾ പ്രശ്നം ഉണ്ടായത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 വർക്ക് ഒരേ വർഷം പബ്ലിഷ് ചെയ്തതാണ്, അത് രണ്ടും അവർ ചോദിച്ചു. ഓക്കെ, അവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടായത്. ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോയിൽ DAECBയും ACBEDയും DBCAEEയും അതുപോലെ തന്നെ EADBC ആയിരുന്നു ഉള്ളത് ഇല്ലേ? ശരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ പ്രകാരം ആദ്യം വരേണ്ടത് D ആയിരുന്നു. ഓക്കെ, D ആദ്യം വരുന്നുണ്ട്, പക്ഷേ ആൻസർ നമുക്ക് തെറ്റും അല്ലേ? എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ വർക്ക് പബ്ലിഷ് ചെയ്തത് ഏത് വർഷമായിരുന്നു? ആദ്യത്തത് 1940, B വന്നത് 2020 C വന്നത് 2020 D വന്നത് 1935 E വന്നത് 1943. ഓക്കെ, പിന്നെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കി. അപ്പൊ ഇത് പ്രകാരം ആദ്യം വരേണ്ടത് D ആദ്യം വന്നിട്ടുള്ള 2 ഓപ്ഷൻ നമുക്കുണ്ട്. ഓക്കെ, ഇതിന് ശേഷം വരേണ്ടത് ഏതായിരുന്നു? A ആയിരുന്നു അല്ലെ? Aയും വന്നിട്ടുണ്ട്,
പക്ഷെ പിന്നെയാണ് നമുക്ക് പ്രശ്നം അല്ലേ. പിന്നെ നമുക്ക് വരേണ്ടത് ഇയും വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് സിയും ബിയും ഒരുമിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. സിയും ബിയും ഒരേ വർഷം വരുന്നതാ. ഓക്കെ, രണ്ടും 2020 തന്നെ പബ്ലിഷ് ചെയ്ത വർക്കാണ്. അപ്പൊ ഇവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടായത്. ഓക്കെ, ഇതിന്റെ പേരിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത്. പിന്നെ നോക്കിക്കോണേ, ഈ ചോദ്യം തന്നെ നമുക്ക് മോഡിഫൈ ചെയ്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത ചോദ്യം ഏതാണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അടുത്ത ചോദ്യം അങ്ങ് നോക്കിയാലോ. 82 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് കുറച്ച് ടേംസും തന്നിട്ടുണ്ട്. ക്രിട്ടിക് അഥവാ തിയറിസ്റ്റ്, ആ ഒരു ടേം പോപ്പുലറൈസ് ചെയ്ത നമ്മുടെ തിയറിസ്റ്റിന്റെ അഥവാ ക്രിട്ടിക്കിന്റെ പേരും തന്നിട്ടുണ്ട്. മാച്ച് ചെയ്താൽ മതി. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ഉണ്ട്. കൾച്ചർ ഇൻഡസ്ട്രി റേമണ്ട് വില്യംസ്, ആൻസൈറ്റി ഓഫ് ഇൻഫ്ലുവൻസ് അഡോണോ ആൻഡ് ഹോക്കിമർ, കൾച്ചറൽ മെറ്റീരിയലിസം മിഖായിൽ ബക്തിൻ, ഡയലോജിസം ഹെറോൾഡ് ബ്ലൂം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. ഓപ്ഷൻസിലല്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2 ഒന്ന് ചെക്ക് ചെയ്തേ. ലിസ്റ്റ് 1ലുള്ള ടേംസ് നോക്കുക, ലിസ്റ്റ് 2ൽ തന്നിട്ടുള്ള ക്രിട്ടിക്കിന്റെയും തിയറിസ്റ്റുകളുടെയും പേര് നോക്കുക. കൾച്ചർ ഇൻഡസ്ട്രി, ആൻസൈറ്റി ഓഫ് ഇൻഫ്ലുവൻസ്, കൾച്ചറൽ മെറ്റീരിയലിസം, ഡയലോജിസം. ക്രിട്ടിക്സിന്റെ പേര് റേമണ്ട് വില്യംസ്, അഡോണോ ആൻഡ് ഹോക്കിമർ, അതുപോലെ തന്നെ നമ്മുടെ മിഖായിൽ ബക്തിൻ, ഹെറോൾഡ് ബ്ലൂം. ഇത്രയും പേരെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഈ ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആൻസർ നമ്മൾ കണ്ടെത്തണം. A1 B3 C2 D4 ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് A3 B1 C4 D2 ഉണ്ട്. A2 B4 C1 D3 ഉണ്ട്. A4 B2 C3 D1 ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കി A2 വരണം ഇല്ലേ എന്ന് പറയുമ്പോൾ കൾച്ചർ ഇൻഡസ്ട്രി രണ്ടാമത് എന്ന് പറയുമ്പോൾ അഡോണോ ആൻഡ് ഹോക്കിമർ വരണം. ഓക്കെ, അടുത്തത് B4 വരണം അല്ലേ എന്ന് പറയുമ്പോൾ ആൻസൈറ്റി ഓഫ് ഇൻഫ്ലുവൻസ് ഹെറോൾഡ് ബ്ലൂം. C1 വരണം, കൾച്ചറൽ മെറ്റീരിയലിസം റേമണ്ട് വില്യംസ്. ഇതായിരിക്കും നിങ്ങൾക്ക് കൂടുതലും അറിയാവുന്നത്. കൾച്ചറൽ മെറ്റീരിയലിസം ആദ്യമേ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് കാണും അല്ലേ. ഇനി ഡയലോജിസം നമുക്കറിയാം, നമ്മുടെ ഭക്തിൻ്റെയാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടും, റേമണ്ട് വില്യംസിന്റെയും ഭക്തിന്റെയും. റേമണ്ട് വില്യംസിന്റെ ആണ് നമ്മുടെ എന്താണ് കൾച്ചറൽ മെറ്റീരിയലിസം. ഡയലോജിസം ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് മിഖായിൽ ബക്തിന്റെ ആണ്. മറ്റു രണ്ടെണ്ണം ആൻസൈറ്റി ഓഫ് ഇൻഫ്ലുവൻസ് നമുക്ക് വരുന്നത് അത് പുതിയതായിരിക്കും കുറച്ച് പേർക്ക്, ഹെറോൾഡ് ബ്ലൂമിന്റെ ആണ്. എന്നാൽ കൾച്ചർ ഇൻഡസ്ട്രി പലർക്കും അറിയാം, അഡോണോയും ഹോക്കിമറും ചേർന്ന് കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ ആണോ? A2 ഏതേ 2 ആയിട്ട്, അതുപോലെ B4 ആയിട്ട്, C1 ആയിട്ട്, D3 ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു MLA ഹാൻഡ് ബുക്ക്, നമ്മൾ ഈ പ്രോജക്റ്റും ഡെസർട്ടേഷനും ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫോണ്ടാണ്, സ്റ്റൈലാണ് MLA എന്ന് പറയുന്നത്. MLA ഹാൻഡ് ബുക്ക് പ്രകാരം the mechanics of prose refers to technical questions that writers must follow. These include, okay, അപ്പോൾ മെക്കാനിക്സ് ഓഫ് പ്രോസ് എന്ന് പറഞ്ഞാൽ അത് റെഫർ ചെയ്യുന്നത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ദാറ്റ് ദ റൈറ്റർ മസ്റ്റ് ഫോളോ എന്നുള്ളതാണ്. റൈറ്റർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ മെക്കാനിക്സ് ഓഫ് പ്രോസ് എന്നാണ് MLA 9 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദീസ് ഇൻക്ലൂഡ്, ഇതിനകത്തിൽ എന്തൊക്കെയാണ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ MLA ഹാൻഡ് ബുക്ക് പ്രകാരം. MLA എഡിഷൻസ് ഉണ്ടല്ലോ, ഇപ്പം 9ാമത്തെ എഡിഷനാണ് റണ്ണിങ്. 8ാമത്തെ എഡിഷനിലൊക്കെ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും MLA 8. ഇപ്പം MLA 9 ആണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം നോക്കി, മെക്കാനിക്സ് ഓഫ് പ്രോസ് റെഫേഴ്സ് ടു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ദാറ്റ് റൈറ്റേഴ്സ് മസ്റ്റ് ഫോളോ. റൈറ്റർ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഓക്കെ, ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ദാറ്റ് ദ റൈറ്റർ മസ്റ്റ് ഫോളോ. ഇതിനകത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് ഓപ്ഷനിൽ സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ, ഗ്രാമർ, ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ, ക്യാപിറ്റലൈസേഷൻ, സ്റ്റൈൽ ഓഫ് നമ്പറിംഗ് ഉണ്ട്. സ്റ്റൈൽ ഓഫ് നമ്പറിംഗ് വന്നാണ് ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത്. സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ, ക്യാപിറ്റലൈസേഷൻ, കോണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം കോമൺ ആയിട്ട് വരുന്നത് സ്പെല്ലിങ്ങും പങ്ക്ച്വേഷനും അല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാപിറ്റലൈസേഷനും വരുന്നുണ്ട്. സ്പെല്ലിങ്ങും പങ്ക്ച്വേഷനും ക്യാപിറ്റലൈസേഷനും. സ്പെല്ലിംഗ്, ക്യാപിറ്റലൈസേഷൻ, സ്റ്റൈൽ ഓഫ് നമ്പറിംഗ്, ലിംഗ്വിസ്റ്റിക്സ്. ഇതിൽ കറക്റ്റ് ആയിട്ട് MLA ഹാൻഡ് ബുക്കിന്റെ മെക്കാനിക്സ് ഓഫ് പ്രോസ് റെഫർ ചെയ്യുന്ന റൈറ്റർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് ഒന്ന് സ്പെല്ലിംഗ് ആണ്. മറ്റൊരെണ്ണം പങ്ക്ച്വേഷൻ, ക്യാപിറ്റലൈസേഷൻ, സ്റ്റൈൽ ഓഫ് നമ്പറിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നിർബന്ധമായിട്ടും നമ്മുടെ റൈറ്റർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കണ്ടീഷൻസിൽ വരുന്നത് സ്പെല്ലിങ്,
പങ്ക്ച്വേഷൻ, ക്യാപിറ്റലൈസേഷൻ, സ്റ്റൈൽ ഓഫ് നമ്പറിംഗ്. ഇതും നമ്മുടെ യൂണിറ്റ് 10 ആട്ടോ. ഇംഗ്ലീഷ് റിസർച്ചില്ലേ, ആ റിസർച്ചിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. പേപ്പർ 1ലും നിങ്ങൾ ഈ ഒരു ചോദ്യം പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, പേപ്പർ 1 നെറ്റ് ഇംഗ്ലീഷിലും നെറ്റ് പേപ്പർ 1ലും നിങ്ങളിത് സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പേപ്പർ 2 നമ്മുടെ ഇംഗ്ലീഷിലും നമുക്ക് ഈ ഒരു ചോദ്യം വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്, അറേഞ്ച് ദ ഫോളോവിങ് ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദിയർ ബർത്ത്. അപ്പോൾ ഇവരുടെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ബർത്തിന്റെ പേരിൽ നമ്മൾ ഈ ഇന്ത്യൻ റൈറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പോവാണേ. അറേഞ്ച് ദ ഫോളോവിങ് ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദിയർ ബർത്ത്. നോക്കി, RK നാരായൺ, രാജറാവു, ശ്രീ അരബിന്ദോ, KS വെങ്കതാരമണി. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസിലുള്ളത്. അപ്പോൾ ഇവരെ നമുക്ക് അവരുടെ ബർത്തിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോയിൽ BAECD ഉണ്ട്, DECBA ഉണ്ട്, അതുപോലെ തന്നെ CEDAB ഉണ്ട്, ABCED ഉണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് CEDAB ആണ്. CEDAB. നമുക്ക് അരബിന്ദോ വരും ആദ്യം, സരോജിനി നായിഡു, വെങ്കതാരമണി, RK നാരായൺ, രാജറാവു. ഇതാണ് കറക്റ്റ് ഓർഡറിൽ നമുക്ക് വരുന്നത്, CEDAB. ഓക്കെ, അപ്പോൾ ആദ്യം ജനിച്ചത് ബർത്തിന്റെ പേരിൽ അരബിന്ദോ, അതിനുശേഷം സരോജിനി നായിഡു, അതിനുശേഷം വെങ്കതാരമണി, KS വെങ്കതാരമണി, അടുത്തതായിട്ട് RK നാരായൺ, ആൻഡ് അഞ്ചാമതായിട്ടാണ് രാജറാവുവിനെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണേ. ഇയർ ഓഫ് ബർത്തിന്റെ രണ്ടാമത്തെ ചോദ്യവും കിട്ടിയേ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ ഇനി പറ്റില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പാവുകയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കി നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു ഡിക്ലറേഷനാണ്. ഇയർ ഓഫ് ബർത്തും ഇയർ ഓഫ് ഡെത്തും ഒക്കെ ഇനി ഡെത്തൂടെ ഉള്ളൂ ചോദിക്കാൻ, ഇല്ലേ? ബാക്കി എല്ലാം ക്വസ്റ്റ്യൻസിൽ അപ്പിയർ ചെയ്തു വന്നു. ആ ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി വരാനാണ് ഇനി സാധ്യത. ഓക്കെ, which among the following are not the genuine sources of sublime as cited by Longinus? Okay, അപ്പോൾ Longinus സൈറ്റ് ചെയ്തതിന്റെ ഓർഡറിൽ which among the following are not the genuine sources of the sublime? Sublime എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ലിറ്ററേച്ചറിൽ ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്ലിമിറ്റി എന്ന് പറയുന്നത്. റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് എപ്പോഴും സബ്ലൈം ആണോ എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പീക്ക് ലെവൽ എത്തിക്കണം. ലാംഗ്വേജിൻ്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് സൈഡായിരിക്കണം നമുക്ക് ഇതേപോലെയുള്ള റൈറ്റിങ്സിൽ കാണേണ്ടത്. ഏറ്റവും കൂടുതൽ സബ്ലിമിറ്റി അറ്റൈൻ ചെയ്യുന്ന ഒരു കാറ്റഗറി അഥവാ ജോണ എന്ന് പറയുന്നത് നമ്മുടെ പോയട്രി തന്നെയാണ്. ഓക്കെ, ലോഞ്ചൈനസ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതും പോയട്രിയിലേക്കൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ നോട്ട് ദ ജെന്യൂൻ സോഴ്സസ് ഓഫ് സബ്ലൈം ആർ സൈറ്റഡ് ബൈ ലോഞ്ചൈനസ്. ലോഞ്ചൈനസ് സൈറ്റ് ചെയ്ത പ്രകാരം നമ്മുടെ സബ്ലൈമിൻ്റെ സോഴ്സസ് ആയിട്ട് വരാത്തത് ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാണ്? ക്രിയേഷൻ ഓഫ് ഇമാജിനേറ്റീവ് ഫീലിംഗ്സ്, ദ കമാൻഡ് ഓഫ് full-blooded or robust ideas, the inspiration of vehement emotion, nobility of spontaneity, the general effect of dignity and elevation. Okay, അപ്പം ക്രിയേഷൻ ഓഫ് ഇമാജിനേറ്റീവ് ഫീലിംഗ്സ് ലോഞ്ചൈനസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയണം. കമാൻഡ് ഓഫ് full-blooded or robust ideas, inspiration of vehement emotion, nobility of spontaneity, the general effect of dignity and elevation. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് കംപ്രൈസ്ഡ് ആയിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ലോഞ്ചൈനസ് പറഞ്ഞ ജെന്യൂൻ സോഴ്സസ് ഓഫ് സബ്ലൈം ആയിട്ട് വരാത്തത് ഏതൊക്കെയാണ്? എയും ഡിയും ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. B and C ഉള്ളി ഉണ്ട്, A and D ഉള്ളി, C and E ഉള്ളി, B and D ഉള്ളി ഉണ്ട്. ഓക്കെ, അപ്പോൾ A and D ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻസറിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ സബ്ലിമിറ്റിയുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യാത്തത് എയും ഡിയും എന്ന് പറയുമ്പോൾ ക്രിയേഷൻ ഓഫ് ഇമാജിനേറ്റീവ് ഫീലിംഗ്സിനെ കുറിച്ച് ലോഞ്ചൈനസ് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഡി നൊബിലിറ്റി ഓഫ് സ്പോണ്ടൈനിറ്റിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഓക്കെ, കമാൻഡ് ഓഫ് full-blooded or robust ഐഡിയാസിനെ കുറിച്ചും ഇൻസ്പിറേഷൻ ഓഫ് വെഹമെന്റ് ഇമോഷനെ കുറിച്ചും ജനറൽ എഫക്റ്റ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് എലവേഷനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. ഫുള്ളായിട്ടും സബ്ലിമിറ്റിയിൽ പറയുന്ന ഒരു കാര്യമാണ് എലവേഷൻ, ടു അപ്ലിഫ്റ്റ് എന്നുള്ള പോയിന്റ്. ഓക്കെ, അപ്പോൾ എയും ഡിയുമാണ് ഇതിന് നമുക്ക് ഉത്തരമായിട്ട് വരാത്തത്. A and D ഉള്ളി.
അപ്പോൾ ലൊഞ്ചൈനസിൽ നിന്ന് ചോദ്യമായേ, ഇതും നമുക്ക് നമ്മുടെ പഴയകാല തിങ്കേഴ്സിനെയും ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വന്ന ചോദ്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഴയകാല തിങ്കേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും വന്ന ചോദ്യമാണ്. അടുത്തത് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. നമുക്ക് റീടെല്ലിങ്സ് ആണ് ഒരു സൈഡിൽ തന്നിട്ടുള്ളത്, അതിൻ്റെ ഓതേഴ്സിൻ്റെ പേരാണ് അതർ സൈഡിലുള്ളത്. ഓക്കെ, ലിസ്റ്റ് 1 ലിസ്റ്റ് 2, റീടെല്ലിങ്സും ഓതറും. Shyam, an illustrated retelling of the Bhagavata, Anand Neelakandan, War of Lanka, Kavita Kani, Ahalya's Awakening, Devdutt Patanaik, അതുപോലെ തന്നെ അജയ, എപ്പിക് ഓഫ് ദ കൗരവ ക്ലാൻ, അമിഷ് ത്രിപതി. ഓക്കെ, 3 ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഒരു സൈഡിൽ റീടെല്ലിങ്സ് തന്നിട്ടുണ്ട്, അതർ സൈഡിൽ നമുക്ക് അതിൻ്റെ ഓതേഴ്സിനെ തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. A4, B2, C3, D1. ഓക്കെ, A4, B2, C3, D1. അതുപോലെ A3, B4, C2, D1, A2, B4, C1, D3, A4, B1, C3, D2. ഓക്കെ, ഓപ്ഷൻസും കാണാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ അതേ വർക്കും നോക്കിക്കോ, എന്നിട്ടൊരു ഉത്തരം കണ്ടുപിടിച്ചേ. ഉത്തരം കിട്ടി കാണുമല്ലോ. A3, B4, C2, D3 ആണ് വരുന്നത്. ഓക്കെ, നമുക്കിനി ഇതിനെ മാച്ച് ചെയ്യണം അല്ലേ. അപ്പം എക്ക് 3. ഓക്കെ, അപ്പൊ നോക്കി നമ്മുടെ ഷ്യാം ആൻഡ് ഇല്ലുസ്ട്രേറ്റഡ് റീടെല്ലിംഗ് ഓഫ് ഭാഗവത വന്നേക്കുന്നത് ദേവദത്ത് പട്ടാനായിക്കിന്റെ വർക്കാണ് കേട്ടോ. അപ്പം പട്ടാനായിക് ആണ് ഇവിടെ വരുന്നത്. അടുത്തത് B4 അല്ലെ, വാർ ഓഫ് ലങ്ക, അമിഷ് ത്രിപതി. C2 കവിത കനിയുടെ അഹല്യാസ് അവേക്കനിങ്. D3 അജയ, എപ്പിക് ഓഫ് ദ കൗരവ വരുന്നത്. D1 ആണ് വരേണ്ടത് അല്ലേ. അപ്പൊ D1 വരണമെങ്കിൽ ആനന്ദ് നീലകണ്ഠൻ. പിന്നെ ഒന്ന് മാച്ച് ചെയ്തേ. A3 ഷ്യാം ആൻഡ് ഇല്ലുസ്ട്രേറ്റഡ് റീടെല്ലിംഗ് വരുന്നത് നമ്മുടെ ദേവദത്ത് പടനായിക്. B4 വാർ ഓഫ് ലങ്ക വരുന്നത് അമിഷ് ത്രിപതി. C2 അഹല്യാസ് അവേക്കനിങ് വരുന്നത് കവിത ഖനി. അതുപോലെ തന്നെ നമ്മുടെ D1 അജയ, എപ്പിക് ഓഫ് ദ കൗരവ ക്ലാൻ വരുന്നത് ആനന്ദ് നീലകണ്ഠൻ. ഓക്കെ, ആനന്ദ് നീലകണ്ഠൻ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, 88ാമത്തെ ചോദ്യം ഈസി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എഡ്മണ്ട് സ്പെൻസറും ജോൺ മിൽട്ടണും ഒക്കെ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനെ പോലെ നമ്മൾ പരിചയപ്പെട്ട് വെച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് അല്ലേ. അപ്പോൾ അവരിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, പക്ഷേ അതും ഒരു ഡിജിറ്റിൻ്റെ ചോദ്യമാണ്. ഹൗ മെനി നൈറ്റ്സ് ഫീച്ചർ ഇൻ എഡ്മണ്ട് സ്പെൻസേഴ്സ് ദ ഫെയറേക്യൂൻ. ഫെയറേക്യൂൻ സ്പെൻസറിൻ്റെ മാസ്റ്റർ പീസ് ആണെന്നും അതിനകത്തിൽ അരിസ്റ്റോക്രസിയെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും ഒക്കെ നമുക്കറിയാം. സ്പെൻസറിനെ കുറിച്ച് നമുക്ക് പോയിറ്റ് എന്നുള്ള വിശേഷണമുണ്ട്. എവറിത്തിങ് വി നോ. എന്നാൽ നമ്മുടെ ഫെയറേക്യൂനിൽ സ്പെൻസർ എത്ര നൈറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഓക്കെ, ഈ ഓരോ നൈറ്റ്സും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ ഇമ്പോർട്ടൻറ്റ് ഫീലിങ്സ് അഥവാ സിമ്പിൾസിനെയാണ്. സ്പെൻസർ അറിയപ്പെടുന്നത് പോയിറ്റ് എന്നാണ്. പോയിറ്റ്. ഓക്കെ, അപ്പം എത്ര നൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? 10, 12, 13, 11. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് 12 ആണ്. 12 നൈറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ബേസ് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 7 എന്നുള്ള ഒരു ഉത്തരവൊക്കെ നെറ്റിൽ കാണും. എന്നാൽ വീണ്ടും നമ്മൾ നോക്കണം 7 ആണോ 12 ആണോ എന്ന്. അങ്ങനെ ഫെർദർ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകുമ്പം 12 നൈറ്റ്സിനെ കുറിച്ച് നമ്മുടെ ഫെയറേക്യൂനിൽ സ്പെൻസർ പറഞ്ഞിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫെയറേക്യൂനിൽ സ്പെൻസർ എത്ര നൈറ്റ്സിനെയാണ് ഫീച്ചർ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് 12 ആണ്. 12. അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ചോസേഴ്സ് കാന്റംബറി ടെയിൽസ്. ചോസറിന്റെ കാന്റംബറി ടെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ഓക്കെ, വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ചോസേഴ്സ് കാന്റംബറി ടെയിൽസ്. ചോസറിന്റെ കാന്റംബറി ടെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ, ഫോൾസ് അല്ല ട്രൂ ആ തന്നിട്ടുള്ളത്. ഓക്കെ, നോക്കാം. എ കൊടുത്തേക്കുന്നു. The general prologue describes the meeting of 29 pilgrims in the Thebaid. ഒരു തീർത്ഥയാത്ര പോകുന്ന പിൽഗ്രിമേജിനെ കുറിച്ചാണല്ലോ ഈ ഒരു കാന്റംബറി ടെയിൽസിൽ പറയുന്നത്. അടുത്തത് The Passion's Tale is the introductory tale that deals with 7 virtues. പാസന്റെ ടെയിൽ ആണോ ആദ്യം വരുന്നത്? അടുത്തത് The Canterbury Tales is written in prose and verse of various meters. Only 23 pilgrims tell stories and there are only 24 stories told together. The prioress
tale tells about the murder of a mother by a child. Okay, അപ്പോൾ ദേ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ കാന്റംബറി ടെയിൽസ്, അതായത് ചോസറിന്റെ കാന്റംബറി ടെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. നോക്കി, അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് വരുന്നത് choose the correct answer from the options given below. BDE ഉള്ളിയുണ്ട്, ACD ഉള്ളിയുണ്ട്, ADE ഉള്ളിയുണ്ട്, ABE ഉള്ളിയുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി, BDE ഉള്ളി, ACD ഉള്ളി, ADE ഉള്ളി, അതുപോലെ തന്നെ ABE ഉള്ളി. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ACD ഉള്ളിയാണ്. ACD ഉള്ളി. അപ്പോൾ ACD ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. നോക്കി, ACD ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കാന്റംബറി ടെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്. ജനറൽ പ്രൊലോഗ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് 29 പിൽഗ്രിംസ് ടബാഡിനിൽ മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. കറക്റ്റ് വൺ ആണ് അല്ലേ? അവരെല്ലാവരും കൂടെ ആദ്യം മീറ്റ് ചെയ്യുന്നത് ആ ഒരു സത്രം പോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ടബാഡിനിലാണ്. അടുത്ത നമുക്ക് വരുന്നത് ഏതാ? സി കറക്റ്റാ അല്ലേ? സി എന്ന് പറയുമ്പോൾ കാന്റംബറി ടെയിൽസ് പ്രോസിലും വേഴ്സിലുമാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? കവിതയാണെങ്കിലും കഥ പോലെ നമുക്ക് ഫീൽ ചെയ്യും, കാരണം അത്രത്തോളം ഇല്ലുസ്ട്രേറ്റീവ് ആയിട്ടൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അടുത്തത് only 23 pilgrims tell stories and there are only 24 stories told together. Okay, അപ്പം ACD പ്രകാരം ഇത്രയുമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ACD ആണ് ഈ സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ്. കാരണം ചോസർക്ക് തന്റെ ടൈം പീരീഡിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് 2 സ്റ്റോറീസ് വെച്ച് ഒരു പിൽഗ്രിം യാത്ര തുടങ്ങുമ്പോഴും യാത്ര അവസാനിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴും 2 സ്റ്റോറീസ് വെച്ച് പറയണം എന്നായിരുന്നു. അങ്ങനെ ഒരു പിൽഗ്രിമിൽ നിന്നും 4 സ്റ്റോറീസ് ആണ് ചോസർ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാ പിൽഗ്രിംസിന്റെ നറേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന്റെ പേരിലാണ് ഈ വർക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനിയും നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇതേപോലെയുള്ള നമ്മുടെ PYQ ബേസ്ഡ് ആയിട്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. സോ കീപ് ലേണിംഗ്. താങ്ക് യു.